ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിലാദ്യത്തേത് തെലുങ്കിൽ നിന്ന് റീസെൻ്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖർ ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ. തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം 100 കോടിക്ക് മുകളിലായിരുന്നു കളക്ഷൻ നേടിയെടുത്തിരുന്നത്. തിയേറ്ററിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ആദ്യ ദുൽഖർ ചിത്രം കൂടിയാണ് ലക്കി ഭാസ്കർ. ദുൽഖറിൻ്റെ ആദ്യ 100 കോടി ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ ഇതാ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക തുടങ്ങിയ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചിത്രം വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രമായിരുന്നു ഇടിയൻ ചന്തു. നിരവധി പ്രേക്ഷകരായിരുന്നു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി കാത്തിരുന്നത്. ചിത്രം ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചിത്രം സൈജു കുറുപ്പ് പ്രധാന വേഷത്തിലെത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടാതെ പോയ ചിത്രമായിരുന്നു പൊറോട്ട് നാടകം. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ചിത്രം ഇപ്പോൾ ഇത് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ നിന്നും റീസെൻ്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രഭുദേവ ചിത്രമായിരുന്നു പേട്ടറാപ്പ്. പേട്ടറാപ്പ് എന്ന ഈ ചിത്രം ഇപ്പോൾ ഇത് ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചിത്രം സുരാജ് വെഞ്ഞാറമ്മൂട് നായകനായി എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രമായിരുന്നു മദനോത്സവം. തിയേറ്റർ റിലീസ് ചെയ്തിട്ട് 1 വർഷത്തിലേറെ ആയിട്ടും ചിത്രം ഇതുവരെയും OTT റിലീസ് ചെയ്തിരുന്നില്ല. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള OTT അപ്ഡേറ്റുകൾക്കായും സിനിമ വാർത്തകൾക്കായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.